ബംഗളൂരുവിനും മുംബൈക്കും മംഗളൂരുവിനും ഇടയിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ബംഗളൂരുവിലെ ബെമൽ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ബംഗളൂരുവിനെയും മംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സർവീസ് തുടങ്ങും. മംഗളൂരുവിൽ നിന്ന് ഗോവയിലെ മഡ്ഗാവ് വരെ ഈ സർവീസ് നീട്ടാനും പദ്ധതിയുണ്ട്. ഹസൻ മംഗളൂരു പാതയിലെ വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായതോടെ ഈ റൂട്ടിലെ സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയതായി മന്ത്രി വ്യക്തമാക്കി. കഠിനമായ കയറ്റങ്ങളിലും മറ്റും സുരക്ഷ ഉറപ്പാക്കാൻ ഓട്ടോമേറ്റഡ് എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം ഈ ട്രെയിനുകളിലുണ്ടാകും. ബംഗളൂരുവിനും മുംബൈക്കും ഇടയിൽ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉടൻ ആരംഭിക്കും. ഏകദേശം 16 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഹുബുള്ളി വഴി മറ്റൊരു സൂപ്പർഫാസ്റ്റ് ട്രെയിൻ കൂടി ഈ റൂട്ടിൽ അനുവദിച്ചിട്ടുണ്ട്. ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിക്കുന്നതിനായി ബെമൽ ക്യാമ്പസിൽ സജ്ജീകരിച്ച ആദിത്യ എന്ന പ്രത്യേക പ്ലാൻ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുന്ന B-28 ബുള്ളറ്റ് ട്രെയിനുകളുടെ പ്രോട്ടോടൈപ്പ് അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നും 2027ഓടെ ഉൽപ്പാദനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈസ്പീഡ് ട്രെയിനുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഉദാഹരണത്തിന് ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് വെറും 73 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാനാകും. കർണാടകയിലെ തീരദേശ മേഖലയ്ക്കും അന്തർ സംസ്ഥാന യാത്രയ്ക്കും വലിയ ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണിത്.